നമസ്കാരം. പ്രധാന വാർത്തകൾ. അനിവാര്യമായ തീരുമാനം ട്രംപ് എടുത്തു. പിന്നാലെ ശുഭസൂചനകൾ. അധിക തീരുവ പ്രഖ്യാപനം ട്രംപ് മരവിപ്പിച്ചതോടെ കുതിച്ചുയർന്ന് അമേരിക്കൻ ഓഹരി വിപണി. ഡൗ ജോൺസ് സൂചിക 8% ഉയർന്നു. 3000 പോയിന്റിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക് 12%, S&P 9% മുന്നേറി. കഴിഞ്ഞ ഒരാഴ്ചയിൽ ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ വിപണി മൂല്യത്തിന്റെ $6 ലക്ഷം കോടി മാഞ്ഞുപോയിടത്തു നിന്നാണ് ഓഹരി സൂചികകളുടെ തിരിച്ചുവരവ്. ട്രംപിന്റെ പുതിയ തീരുമാനത്തിന്റെ പ്രതിഫലനം ഇന്ത്യയിൽ അടക്കമുള്ള ഓഹരി സൂചികകളിലും ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. ചൈന ഒഴികെയുള്ള 60ഓളം രാജ്യങ്ങൾക്കാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇളവ്. അധിക തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുമെന്ന പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു, എങ്കിലും അനിവാര്യവുമായിരുന്നു. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. കോഴിക്കോട് രാമനാട്ടുകരയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായി. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 3 നില കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന നോർവേ ക്ലോത്ത് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. ഉടനെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇൻവെർട്ടറിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണം. വീട്ടിലെ പ്രസവത്തിനിടെ യുവതിയുടെ മരണം. ഒരാൾ കൂടി കസ്റ്റഡിയിൽ. മലപ്പുറം ചട്ടിപ്പറമ്പിൽ 5ാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിൽ. അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചുവെന്നാണ് സിറാജുദ്ദീനെതിരായ കുറ്റം. ഓഫർ തട്ടിപ്പ് കേസ്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്തത്. 3 തവണ ലീഗൽ അഡ്വൈസർ എന്ന നിലയിലാണ് പ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം രൂപ വാങ്ങിയതെന്നാണ് മൊഴി. ക്രൈംബ്രാഞ്ച് മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. വീണ്ടും വിളിപ്പിക്കും. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. കേസിൽ തന്നെ പ്രതി ചേർത്ത വിവരം അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് ലാലി വിൻസെന്റ് നേരത്തെ പ്രതികരിച്ചിരുന്നു. അനന്തകൃഷ്ണനുമായി ഉള്ളത് നിയമോപദേശക എന്ന രീതിയിലുള്ള ബന്ധമാണ്. പദ്ധതി സുതാര്യമായിരുന്നുവെന്നും കേരളം മുഴുവൻ ഏറ്റെടുത്ത ജനോപകാരപ്രദമായ പദ്ധതിയെ തട്ടിപ്പെന്ന് വിളിക്കുന്നത് മനുഷ്യത്വരഹിതമായ നിലപാടാണെന്നും അവർ പറഞ്ഞിരുന്നു. കൂടൽമാണിക്യം ക്ഷേത്രം കഴകം ജോലിക്ക് ഈഴവ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ അയച്ചു. ജാതി വിവേചനത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലു രാജിവെച്ച ഒഴിവിലാണ് പട്ടികയിൽ അടുത്ത ഊഴക്കാരനായ ചേർത്തല സ്വദേശി KS അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയച്ചത്. കൂടൽമാണിക്യം ദേവസ്വമാണ് അഡ്വൈസ് മെമ്മോ പ്രകാരം നിയമനം നടത്തേണ്ടത്. വിവാദ വിഷയമായതിനാൽ ദേവസ്വം ഭരണസമിതിയിൽ ഇക്കാര്യം നീട്ടിവെച്ചേക്കുമെന്നാണ് കരുതുന്നത്. റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു.